ഒരു നാട്ടിൽ എല്ലാവരുടെയും സഹായത്തോടെ ഒരു പാലം നിർമ്മിച്ചു 1975-ൽ. അന്ന് പ്രദേശത്തുണ്ടായിരുന്ന 314 കുടുംബങ്ങളിലുള്ളവരും നിർമ്മാണത്തിലും അനുബന്ധ പ്രവർത്തികളിലും പങ്കാളികളായി. പൊതുമരാമത്ത് വകുപ്പിലെ ആദ്യ വനിതാ ചീഫ് എഞ്ചിനീയർ ത്രേസ്യാമ്മയായിരുന്നു ജോലികൾക്ക് നേതൃത്വം നൽകിയത്. അങ്ങനെ നാടിന്റെ പാലത്തിന് 50 വയസ്സായപ്പോൾ നാട്ടുകാർ ഒരു ആഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പണ്ടത്തെ 314 കുടുംബങ്ങളെയും നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെയും ആദരിക്കുകയും ചെയ്തു. അങ്ങനെ ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ലോക റെക്കോർഡിൽ ഇടം നേടിയിരിക്കുകയാണ് പാത്രമംഗലം ഗ്രാമം. On behalf of Talent Record Book, I officially declare that Patramangalam has successfully achieved world record attempt for the most number of houses in a village, honored at a single venue. 314 വീടുകളാണ് ഒരേ വേദിയിൽ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങിയത്. അത് ഒരു ലോക റെക്കോർഡ് എന്ന നിലയ്ക്ക് ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ് രേഖപ്പെടുത്തി. അതിൻ്റെ ഒരു വലിയ സന്തോഷം നമുക്ക് ഇവിടെ അറിയിക്കാനുണ്ട്. ആ പരിപാടിയിൽ തന്നെ പാത്രമംഗലത്തെ പ്രതിഭകളായ 50 പേരെ വേദിയിൽ വെച്ച് അനുമോദിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇത് പാത്രമംഗലത്തുകാരുടെ അഭിമാനം. പാത്രമംഗലം എൻ്റെ ഗ്രാമം. പ്രദേശത്തെ മുഴുവൻ വീടുകളിലുള്ളവരെയും ഒരേ വേദിയിൽ ഒരുമിച്ച് ആദരിച്ചിട്ടാണ് പാത്രമംഗലം ഗ്രാമം ടാലന്റ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ലോക റെക്കോർഡിട്ടത്. തൃശൂർ ജില്ലയിലെ വേലൂർ ഗ്രാമപഞ്ചായത്തിലുള്ള പാത്രമംഗലത്തുകാർ എല്ലാവരും ഒരേ വേദിയിൽ എത്തി. പ്രദേശവാസിയായ അഷ്റഫ് മുഹമ്മദ് ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മോസ്റ്റ് നമ്പർ ഓഫ് വില്ലേജ് ഹൗസ് ഹോണേഡ് ഇൻ എ സിംഗിൾ വെന്യൂ എന്ന കാറ്റഗറിയിലാണ് ലോക റെക്കോർഡ് ലഭിച്ചത്. റെക്കോർഡിൽ ഇടം പിടിച്ച ഗ്രാമത്തിലെ മുഴുവൻ വീടുകളിലേക്കും വേൾഡ് റെക്കോർഡിന്റെ സർട്ടിഫിക്കറ്റുകൾ നൽകി. ഇതോടെ എല്ലാ വീട്ടിലും ലോക റെക്കോർഡ് സർട്ടിഫിക്കറ്റുള്ള ഏക ഗ്രാമമായി പാത്രമംഗലം മാറുകയും ചെയ്തു. നാടിന്റെ കൂട്ടായ്മയും സഹവർത്തിത്വവും സൂചിപ്പിക്കുന്നതായിരുന്നു ചടങ്ങ്. മാതൃഭൂമി ന്യൂസ്, തൃശൂർ. MS ലിഷോയ് ചേരുന്നുണ്ട് തത്സമയം. ലിഷോയ്, ഒരു നാട്ടിലെ എല്ലാ വീട്ടിലും ലോക റെക്കോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ വിശ്വസിച്ചേ പറ്റൂ എന്ന് കാണിച്ച് അങ്ങനെ നെഞ്ചു വിരിച്ച് നിൽക്കുകയാണ് പാത്രമംഗലത്തെ ഓരോ കുടുംബങ്ങളും. ഇപ്പോൾ ഒരു വീടിനൊക്കെ വേണ്ടി വഴി വിട്ടുകൊടുക്കാൻ തന്നെ വലിയ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെയാണ്. അപ്പോഴാണ് 50 വർഷം മുൻപുള്ള ഒരു കഥ ഒന്നിച്ച് നിന്ന് ഒരു പാലം പണിതതിൻ്റെ. ശരിക്കും ഇവരെയൊക്കെ ഒന്നിച്ച് ഇപ്പോഴും അതുപോലെ തന്നെ അവർ ഒത്തൊരുമയോടെ അവർ നിൽക്കുന്നു. അതിൻ്റെ ഒരു ഘടകം ആ ഒരു പാലമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാമല്ലേ? തീർച്ചയായും ഒരു ഗ്രാമം മുഴുവൻ ഒന്നിച്ചു നിന്നതിൻ്റെ ഭാഗമായാണ് ആ പാലം ഉണ്ടായത്. ആ പാലം സാധാരണഗതിയിൽ ഈ പല പദ്ധതികളിലൂടെയൊക്കെ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ, പക്ഷേ ഇവിടത്തുകാരാണ് ആവശ്യപ്പെട്ടത് ഞങ്ങൾക്കൊരു പാലം വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ പല ജനപ്രതിനിധികളും അതിന് മുൻപുണ്ടായിരുന്ന, അതായത് ഈ പാലമൊക്കെ വിഭാവനം ചെയ്യുന്നതിന് മുൻപുണ്ടായിരുന്ന പല ജനപ്രതിനിധികളും ഇവിടെ ഇങ്ങനെ ഒരു പാലത്തിൻ്റെ ആവശ്യമെന്തെന്ന് പോലും ഇവരോട് ചോദിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അതിനെയൊക്കെ ഈ ജനതയുടെ ഒരു നിശ്ചയദാർഢ്യം മൂലം മറികടന്ന് പാലം പണിതു. പാലം പണിയാൻ 314 കുടുംബങ്ങൾ ഒന്നിച്ചു നിന്നു. അങ്ങനെ അത് പണിതു. അതിൻ്റെ 50-ാം വാർഷികത്തിലും അതേ 314 കുടുംബങ്ങളും ഒന്നിച്ചു നിൽക്കുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിലുണ്ടായിരുന്ന ഒരു സൂപ്രണ്ട് ഉണ്ടായിരുന്നു. ആ സൂപ്രണ്ട് ഈ പാലം പണിയിൽ നേതൃത്വം നൽകിയ ഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അദ്ദേഹം മരണമടഞ്ഞപ്പോൾ പിന്നീട് അദ്ദേഹത്തെ കണ്ടെത്താനായി ഈ സംഘാടകർക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ കണ്ടെത്തുന്നതിന് വേണ്ടി സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമിട്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റ് ഇട്ട്, ആ പോസ്റ്റ് ഷെയർ ചെയ്ത ഒടുവിൽ ആ സൂപ്രണ്ടിൻ്റെ കുടുംബം ഈ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അത്രത്തോളം ഒരു വൈകാരികമായ ഒരു ബന്ധമായിരുന്നു എന്തായാലും ഇവിടുത്തെ നാട്ടുകാർക്കും അതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർക്കും എല്ലാം ഈ പാലത്തിനെ സംബന്ധിച്ചിടത്തോളം. അതിനോടൊപ്പം തന്നെയാണ് ഈ വേൾഡ് റെക്കോർഡ് എല്ലാ വീട്ടിലും 314 വീട്ടിലും ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വെക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ. ആ ലോക റെക്കോർഡ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിന്റെ, ആ ഒരു ഓരോ കുടുംബങ്ങളുടെയും ഒത്തൊരുമയുടെ ഒരു പ്രതിഫലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും ആ ഒരു പാത്രമംഗലത്തെ ജനങ്ങളുടെ ഓരോ കുടുംബത്തിന്റെയും ഒത്തൊരുമയുടെ കഥ തന്നെയാണ് MS ലിഷോയ് നമുക്കായി പറഞ്ഞു തന്നത്.